പ്രസവിക്കാത്ത ഒരു സ്ത്രീയെ അല്ലെങ്കിൽ പീരീഡ്സ് ആവാത്ത ഒരു സ്ത്രീയെ നമ്മൾ സ്ത്രീ അല്ല എന്ന് പറയും. ട്രാൻസ്ജെൻഡർ എന്ന് പറഞ്ഞാൽ സെക്സ് വർക്കിന് വേണ്ടിയുള്ള ആളുകളാണ്. എല്ലാ ജെൻഡറിലുള്ളവരും സെക്സ് വർക്ക് ചെയ്യുന്നുണ്ട്. ലിംഗലൈംഗിക ന്യൂനപക്ഷ മനുഷ്യർ എല്ലാവരും സെക്സ് വർക്ക് ചെയ്യുന്നവരുണ്ട്, സെക്സ് ആസ്വദിക്കുന്നവരും ചെയ്യുന്നവരുമുണ്ട്. സോഷ്യൽ മീഡിയയിൽ ഒരു പോസ്റ്റ് ചെയ്യുമ്പോൾ വളരെ അസഭ്യമായി അത് പലരും ചെറിയ കുട്ടികളാണ്, 15, 16, 17 വയസ്സുള്ള കുഞ്ഞു കുട്ടികളാണെന്നുള്ളതാണ് ഏറ്റവും വലിയ വിഷമം. ഇങ്ങനെയൊക്കെ പറയുന്ന പ്രവർത്തിക്കുന്ന ആൾക്കാരുണ്ട് എന്നുള്ളതിനെ സമൂഹത്തിൽ മുഴുവൻ ആൾക്കാർ അങ്ങനെയാണെന്ന് പറയാൻ സാധിക്കില്ല. ന്യൂനപക്ഷ സമുദായത്തിലെ ഒരു വ്യക്തിയുടെ അല്ലെങ്കിൽ ഒരു ചെറിയൊരു കൂട്ടം വ്യക്തികളുടെ കാര്യങ്ങളെ ആ മുഴുവൻ കമ്മ്യൂണിറ്റിയെയും ബാധിക്കുന്നതായിട്ട് നമ്മൾ കാണാറുണ്ട്. എന്താണ് സെക്സ്, എന്താണ് സെക്ഷുവാലിറ്റി, എന്താണ് ജെൻഡർ, ഇത് മൂന്നും തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്, ഇതൊന്നും അറിയാത്ത, അതിനെക്കുറിച്ച് ഒരു അവബോധമില്ലാത്തൊരു സമൂഹമാണ്. നമസ്കാരം. കേരളത്തിൽ LGBT കമ്മ്യൂണിറ്റി മുൻപന്തിയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. അവരെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുകളും സമൂഹത്തിന് മാറി വരുന്നൊരു സമയമാണ്. ഈ ഒരു സമയത്ത് നമ്മളോടൊപ്പം ഉള്ളത് ഈ ഒരു കമ്മ്യൂണിറ്റിനെ തന്നെ വളരെ മുൻപന്തിയിലേക്ക് എത്തിക്കുന്നതിന് ഏറ്റവും കൂടുതൽ പ്രയത്നങ്ങൾ നടത്തിയിട്ടുള്ള അദ്രിജ ചേച്ചിയാണ്. ചേച്ചി നമസ്കാരം. നമസ്തേ. അദ്രിജ ചേച്ചിനെ കുറിച്ച് ആദ്യം പറയുകയാണെങ്കിൽ MG യൂണിവേഴ്സിറ്റി കലോത്സവത്തിൽ തന്നെ ആദ്യത്തെ ട്രാൻസ്ജെൻഡർ ജഡ്ജായി വന്നിരിക്കുകയായിരുന്നു അല്ലേ? ആ ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ എന്താണ് അദ്രിജ ചേച്ചി എന്ന് ചേച്ചിയുടെ വാക്കുകളിൽ തന്നെ പറയുകയാണെങ്കിൽ എന്തായിരിക്കും? MG യൂണിവേഴ്സിറ്റി കലോത്സവത്തിൻ്റെ ജഡ്ജാകുന്നതിന് മുമ്പ് ഐഡ, ഓൾ ഇന്ത്യ ഡാൻസേഴ്സ് അസോസിയേഷൻ്റെ നെറ്റ്വർക്ക് UP കൃഷ്ണ നാഷണൽ അവാർഡിൻ്റെ ജൂറി അംഗമായിരുന്നു. കേരളത്തിൽ നിന്ന് ആദ്യം ഒരു നാഷണൽ അവാർഡിൻ്റെ ജൂറി അംഗമാകുന്ന ഒരു മലയാളി ട്രാൻസ് യുവതിയാണ്. പിന്നെ അതിനുശേഷമാണ് MG യൂണിവേഴ്സിറ്റി കലോത്സവത്തിൽ കേരളം ഒരു മാറ്റത്തിൻ്റെ പാതയിലാണ് എന്നുള്ളതിൻ്റെ ഏറ്റവും നല്ല തെളിവാണ്. എത്രയോ വർഷങ്ങൾ, കലോത്സവ ചരിത്രത്തിൽ എത്രയോ വർഷങ്ങൾക്ക് ശേഷമാണ് ഒരു ട്രാൻസ്ജെൻഡർ പേഴ്സൺ ഒരു വിധികർത്താവായി വരുന്നത്. സോ കേരളം മാറ്റത്തിൻ്റെ പാതയിലാണ് എന്നുള്ളതിൻ്റെ ഒരു നല്ലൊരു ദൃഷ്ടാന്തമാണ്. ആ ഒരു മാറ്റങ്ങൾക്ക് വളരെ വേഗതയാണെന്നുള്ളതാണ്. കാരണം ട്രാൻസ്ജെൻഡേഴ്സിനെ പ്രോഗ്രാംസിന് പങ്കെടുപ്പിക്കുന്ന, അല്ലെങ്കിൽ അവർക്ക് വേണ്ടി ഒരു ഇവന്റ് കണ്ടക്ട് ചെയ്യുന്നു. തൊട്ടടുത്ത വർഷങ്ങളിൽ തന്നെ ട്രാൻസ്ജെൻഡർ ജഡ്ജായും വരുന്നു അല്ലേ? ഇപ്പോൾ നമുക്കിപ്പോൾ തുടക്കത്തിലേക്ക് പോകണേ, അദ്രിജ പണിക്കർ എന്ന് പറയുന്ന ഒരു വ്യക്തി ആരായിരുന്നു എന്ന് പറയാൻ ചോദിക്കുകയാണെങ്കിൽ എന്ത് പറയും? അദ്രിജ പണിക്കർ എന്നൊരു വ്യക്തി അദ്രിജ പണിക്കർ തന്നെ ആയിരുന്നു. ബിഫോർ ട്രാൻസ്ഫോർമേഷൻ്റെ കാര്യമാണ് ചോദിക്കുന്നതെങ്കിൽ എന്താണ്, സ്വന്തം സ്വത്വം മറച്ച്, എല്ലാ ട്രാൻസ് വ്യക്തികളെയും പോലെ സ്വന്തം സ്വത്വം മറച്ച്, അല്ലെങ്കിൽ തൻ്റെ ഐഡൻറ്റിറ്റി, താൻ ആരാണ്, തൻ്റെ വ്യക്തിത്വം മുറിക്കുള്ളിൽ പൂട്ടി വെച്ച് പുറത്തേക്ക് ഇറങ്ങി ഒരു മുഖംമൂടി അണിഞ്ഞ്, പൗരുഷത്തിൻ്റെ ഒരു മുഖംമൂടി അണിഞ്ഞ് ജീവിച്ചിരുന്ന ഒരു വ്യക്തിയാണ്. പിന്നെ ഈ ഐഡൻറ്റിറ്റി ക്രൈസിസ് എന്ന് പറയും. നമ്മുടെ ശരീരവും വ്യക്തിത്വവും, അല്ലെങ്കിൽ നമ്മൾ എങ്ങനെയാണ് പുറത്ത് കാണിക്കുന്നു എന്നുള്ളത് മിസ്മാച്ചായി വരുന്നത് നമുക്ക് ഒട്ടും അത് അക്സെപ്റ്റബിൾ അല്ലാണ്ട് വരുന്ന സമയത്താണ് വി കം ഔട്ട്. അപ്പോൾ 2022 ഞാൻ എൻ്റെ കം ഔട്ട് നടത്തുന്നത്. ഒരു 5 വർഷത്തോളം ഒരു പഠനം നടത്തി. അതായത് പെട്ടെന്നൊരു ദിവസം ഞാൻ ഒരു ട്രാൻസ് ഹ്യൂമനാണ്, അല്ലെങ്കിൽ ഞാനൊരു സ്ത്രീയാണെന്ന് പറഞ്ഞു വന്നതല്ല. ഒരു 5 വർഷത്തോളം ആധികാരികമായി എന്താണ് സെക്സ്, എന്താണ് സെക്ഷുവാലിറ്റി, എന്താണ് ജെൻഡർ, ഇതിനെക്കുറിച്ച് ആധികാരികമായി മനസ്സിലാക്കി ഒരു പഠനം നടത്തിയതിന് ശേഷം കമൗട്ട് ആയതാണ്. കമൗട്ട് ആയതിനു ശേഷം ഉള്ള ജീവിതം ചോദിക്കുകയാണെങ്കിൽ അദ്രിജ ദാസ് എന്നൊരു വ്യക്തിയായി എൻ്റെ പ്രൊഫഷനിൽ എൻ്റെ കമ്മ്യൂണിറ്റിയെ എത്രത്തോളം ഉന്നതിയിലേക്ക് എത്തിക്കാൻ സാധിക്കും, എൻ്റെ കമ്മ്യൂണിറ്റിക്ക് എത്രത്തോളം നല്ലൊരു പേര് സമൂഹത്തിൽ എടുത്തു കൊടുക്കാൻ സാധിക്കും, അത് എൻ്റെ മാത്രം വിജയമല്ല. ഇപ്പം ഞാൻ ഒരു എന്താ പറയുക, ഒരു ഉയർച്ച എൻ്റെ ലൈഫിൽ ഉണ്ടാവുകയാണെങ്കിൽ അത് എൻ്റെ കമ്മ്യൂണിറ്റിക്ക് കൂടി അതിൽ ഒരു ഫലം കിട്ടണം. അതെ. ഓക്കെ. ഇപ്പൊ അദ്രിജ പണിക്കർ എന്ന് പറയുന്ന ഒരാള് സ്വന്തം സെക്ഷുവാലിറ്റി എന്താണെന്ന് റിസർച്ച് ചെയ്ത് കണ്ടുപിടിച്ച് അത് പുറം ലോകത്തോട് പറയാൻ ധൈര്യം കാണിച്ചു. പക്ഷെ അത് പറയാൻ ഇപ്പോഴും ധൈര്യമില്ലാത്ത ഒരുപാട് പേര് ഈ സമൂഹത്തിലില്ലേ? അവർക്ക് വേണ്ടി ഇപ്പൊ ആദ്യം തന്നെ നമ്മൾ വലിയ വലിയ ടോപ്പിക്സിലേക്ക് പോകുന്ന പോലെ തോന്നണ്ട, എങ്കിലും അവർക്ക് വേണ്ടി എന്താണ് അദ്രിജ പണിക്കർ എന്ന് പറയുന്ന ട്രാൻസ്ഫോം, അല്ലെങ്കിൽ ഈ ഒരു കമ്മ്യൂണിറ്റിയിൽ ഇപ്പോൾ വർക്ക് ചെയ്യുന്ന ഒരാൾ ചെയ്യുന്നത്? ഇപ്പോൾ നമുക്ക് ഒരാളെ ഒരിക്കലും, ഇപ്പോൾ ഈ 2 ജെൻഡർ സ്ക്വാഡ് അല്ലെങ്കിൽ ലിംഗലൈംഗിക ന്യൂനപക്ഷ മനുഷ്യർക്കെതിരായി പ്രവർത്തിക്കുന്ന ആൾക്കാർ പറയുന്ന അല്ലെങ്കിൽ പ്രവർത്തിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. ബ്രെയിൻ വാഷ് ചെയ്യുകയാണ് കമ്മ്യൂണിറ്റി ആൾക്കാർ. നമുക്ക് അങ്ങനെ ബ്രെയിൻ വാഷ് ചെയ്ത് ആരെയും പുറത്തു കൊണ്ടുവരാൻ സാധിക്കില്ല. ഇപ്പോൾ തൻ്റെ ഐഡൻറ്റിറ്റി എന്താണ്, താൻ ആരാണ് എന്ന് സ്വയം മനസ്സിലാക്കി
അതിൽ നിന്ന് പുറത്ത് വന്നാൽ മാത്രമേ ഉള്ളൂ. ഇപ്പം നമുക്കൊരാളോട് പോയിട്ട് നിങ്ങളുടെ ഐഡൻറ്റിറ്റി എന്താണ്, പുറത്തേക്ക് വരൂ എന്ന് നമുക്ക് ഫോഴ്സ്ഫുള്ളി കൊണ്ടുവരാൻ പറ്റില്ല, അല്ലെങ്കിൽ ബ്രെയിൻ വാഷ് ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ താങ്കളെ തന്നെ താങ്കളുടെ ഐഡൻറ്റിറ്റി ഇന്നതുപോലെ ആകൂ എന്ന് ബ്രെയിൻ വാഷ് ചെയ്താൽ താങ്കൾക്കൊരിക്കലും താങ്കളുടെ ജെൻഡർ മാറ്റാൻ സാധിക്കില്ല. അതുപോലെ നമുക്കൊന്നും അതിൽ ചെയ്യാനില്ല, വരുന്നവർ വരും. ഓക്കെ, അപ്പോൾ ഇതുപോലുള്ള അവയർനെസ് ക്ലാസ്സുകൾ ആദ്യം പറഞ്ഞു കഴിഞ്ഞപ്പോൾ ചില ഭാഗത്തുനിന്നൊരു ആരോപണം ഉണ്ടായി, അതായത് നമുക്കിപ്പോൾ സെക്സ് എഡ്യൂക്കേഷൻ നടത്താം, അത് ആവശ്യമാണ്, പക്ഷെ ഇങ്ങനൊരു അവയർനെസ് ക്ലാസ്സിന്റെ ആവശ്യമുണ്ടോ എന്ന് പല രീതിയിലും ചോദ്യങ്ങൾ വന്നിരുന്നു. അപ്പോൾ ശരിക്കും ചേച്ചിക്ക് എന്താണ് പറയാനുള്ളത്? ഇതുപോലുള്ള ക്ലാസ്സുകൾ അല്ലെങ്കിൽ ഇതുപോലുള്ള അവയർനെസ് ക്യാമ്പുകൾ സ്കൂളുകൾ അല്ലെങ്കിൽ ക്യാമ്പസുകളിൽ നടക്കുന്നതിന്റെ ആവശ്യകത എന്താണ്? ആവശ്യകത എന്താണെന്ന് പറഞ്ഞാൽ, ഇപ്പം എൻ്റെ ഒരു ചൈൽഡ്ഹുഡ് എന്ന് പറയുന്നത് ബുള്ളിയിങ്ങിൻ്റെയും കളിയാക്കലുകളുടെയും ഒരു വല്ലാത്തൊരു ഡിപ്രസീവായിട്ടുള്ളൊരു ചൈൽഡ്ഹുഡാണ്. അത് സ്കൂളിലായാലും അയൽവക്കത്തായാലും ഒക്കെ പഠിക്കുന്ന സഹപാഠികളുടെ ഭാഗത്തു നിന്ന്, ഈവൻ ഫ്രം ദി ടീച്ചേഴ്സ് ഓൾസോ ബുള്ളിങ് ഫേസ് ചെയ്ത ഒരു വ്യക്തിയാണ് ഞാനെന്ന് മാത്രമല്ല, എന്നെപ്പോലെ എല്ലാ വ്യക്തികളും വ്യത്യസ്തരായ വൈവിധ്യത്തിലുള്ള മനുഷ്യർക്ക് നേരിടേണ്ടി വരുന്ന ഒരു കാര്യമാണ് ഈ ബുള്ളിങ്. അപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, തൻ്റെ കൂടെ ഇരുന്ന് പഠിക്കുന്ന സഹപാഠി അവനിലൊരു വ്യത്യസ്തത ഉണ്ട് എങ്കിൽ അവനെ കൂടെ ചേർത്ത് നിർത്താൻ, അല്ലെങ്കിൽ അവളെ കൂടെ ചേർത്ത് നിർത്താൻ വേണ്ടി അതിന് ഈ ഒരു അവയർനെസ് ക്ലാസ് വളരെ ഇതാണ്. പിന്നെ അതുമാത്രമല്ല, നാളെ ഒരു സമയത്ത് എനിക്ക് അല്ലെങ്കിൽ എന്നെ കേൾക്കുന്ന ഒരു വ്യക്തിക്ക് ഒരു വ്യത്യസ്തനായ ഒരു മകൻ അല്ലെങ്കിൽ വ്യത്യസ്തയായ ഒരു മകൾ ജനിക്കുകയാണെന്ന് വിചാരിക്കുക. അവളുടെ വ്യത്യസ്തതയെ ആ ഫാമിലി അക്സെപ്റ്റ് ചെയ്യാനും കൂടെ ചേർത്ത് നിർത്താനും വേണ്ടിയിട്ട് കൂടിയാണ് ഈ അവയർനെസ്. അദ്രിജ പണിക്കറായിട്ട് 22-ലാണ് കൺവേർട്ട് ആയത് എന്ന് പറഞ്ഞു. ഇപ്പം എനിക്ക് പെട്ടെന്ന് ഓർമ്മ റാംകോ ആനന്ദിയിലെ മല്ലി എന്നൊരു കഥാപാത്രത്തെയാണ്. അപ്പോൾ കുറച്ച് വർഷങ്ങളായിട്ടുള്ളതുകൊണ്ട് തന്നെ ഇരിക്കണത്, റാംകോ ആനന്ദിയിലെ മല്ലി തൻ്റെ കുടുംബത്തിൽ നിന്ന് പുറത്തിറങ്ങിയതും അല്ലെങ്കിൽ തിരിച്ചാ തെരുവുകളിലേക്ക് എത്തിയതിനും ഒരു കാരണമുണ്ട്. അതുപോലുള്ള കാരണങ്ങൾ ഈ ഒരു കമ്മ്യൂണിറ്റിയിൽ വരുന്ന എല്ലാവരും അനുഭവിക്കേണ്ടി വരും. അതായത് പ്രണയം നടിക്കുക, അല്ലെങ്കിൽ സെക്ഷുവലി ടോർച്ചർ, അല്ലെങ്കിൽ സെക്ഷുവലി സാറ്റിസ്ഫാക്ഷന് വേണ്ടി മാത്രം അവരെ ചിലർ ഉപയോഗിക്കുന്നതായിട്ട് തോന്നിയിട്ടുണ്ടോ? പലരുടെയും അനുഭവങ്ങളിൽ അങ്ങനെ കേട്ടിട്ടുണ്ട്. പക്ഷെ എൻ്റെ അനുഭവത്തിൽ അങ്ങനെ ഒരു അനുഭവം എനിക്കില്ല. ഇല്ല. പ്രണയമുണ്ട്, എല്ലാ മനുഷ്യർക്കും പ്രണയമുണ്ട്. ആർക്കാണ് പ്രണയമില്ലാത്തത്? മനുഷ്യർക്കും മൃഗങ്ങൾക്കും എല്ലാ ജീവജാലങ്ങൾക്കും പ്രണയമുണ്ട് എന്നുള്ളതാണ്. എല്ലാ ജീവജാലങ്ങൾക്കും സെക്ഷുവാലിറ്റികളുണ്ട്, മൃഗങ്ങൾക്കും സസ്യങ്ങൾക്കും. അത് കനേഡിയൻ ബയോളജിസ്റ്റ് ആയിട്ടുള്ള ബ്രൂട്ട്സ് ബാഘേമാൻ അദ്ദേഹത്തിൻ്റെ ബയോളജിക്കൽ എക്സ്യൂബറൻസ് എന്ന ബുക്കിൽ പറയുന്നുണ്ട്, എല്ലാ ജീവജാലങ്ങൾക്കും. നമ്മൾ വിചാരിക്കും സാധാരണ ഒരു പുൽക്കൊടിയാണെന്ന്. ആ പുൽക്കൊടിക്ക് വരെ സെക്ഷുവാലിറ്റി ഉണ്ട്, പ്രണയമുണ്ട്, സ്നേഹമുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ മനുഷ്യൻ എല്ലാവർക്കും പ്രണയമുണ്ടാവും. നിങ്ങൾ ഈ കമ്മ്യൂണിറ്റിയിലുള്ളവർ ഇതുപോലെ ഒരുപാട് പേർക്ക് ഇങ്ങനെയുള്ള എക്സ്പീരിയൻസുകൾ ഉണ്ടായിട്ടില്ലേ? പിന്നെയും എന്തുകൊണ്ടാണ് ഈ ഒരു കമ്മ്യൂണിറ്റിയിൽ വരുമ്പോൾ, ഇപ്പോൾ അദ്രിജ ചേച്ചി റിസർച്ച് ചെയ്തു എന്ന് പറയുന്നു, പക്ഷെ പലരും ചിലപ്പോൾ ഫാമിലിയിൽ നിന്നുള്ള ബുള്ളിങ് അല്ലെങ്കിൽ ഫാമിലിയിൽ നിന്നുള്ള ഒരു ബുദ്ധിമുട്ട് കാരണം അവർ പെട്ടെന്ന് തെരുവുകളിലേക്ക് ഇറങ്ങുന്നു. അവർക്ക് കൃത്യമായി എങ്ങോട്ട് പോകണമെന്നോ അല്ലെങ്കിൽ എങ്ങനെ ചെയ്യുന്നത്, അങ്ങനെയുള്ളവരിൽ ചിലരാണ് ഈ സെക്ഷൽ വർക്കുകളിലേക്കൊക്കെ പോകുന്നത്. മാത്രമല്ല, ഇപ്പോൾ അങ്ങനെ ചിലർ പോകുന്നതുകൊണ്ട് തന്നെ കേരളത്തിൽ ട്രാൻസ്ജെൻഡർ എന്ന് പറഞ്ഞാൽ സെക്സ് വർക്കിന് വേണ്ടിയുള്ള ആളുകളാണ് എന്ന് ഇത് ഒരു ലേബിൾ അടിച്ചേൽപ്പിക്കുകയാണ്. അതുപോലെ റീസെൻ്റ്ലി ഒരു പഠനത്തിൽ പറയുന്നുണ്ട്, എറണാകുളത്ത് എയ്ഡ്സ് രോഗങ്ങൾ കൂടുതലും ട്രാൻസ്ജെൻഡേഴ്സിലേക്ക് വരുന്നുണ്ടെന്ന്. സോ അതിനുള്ള കാരണങ്ങൾ എന്തായിരിക്കും, അല്ലെങ്കിൽ അതിനുവേണ്ടി എന്തൊക്കെയായിരിക്കും കമ്മ്യൂണിറ്റിയിൽ നിന്നുള്ള തീരുമാനങ്ങളായി? ഇപ്പോൾ ഉടനടി ഇപ്പോൾ ക്യാമ്പയിൻ നടക്കുന്നുണ്ട്, ക്യൂർ പ്രൈഡ് നടക്കുന്നുണ്ട്, അതിലുള്ള എന്തൊക്കെ ക്യാമ്പയിനുകൾ വരുന്നുണ്ട്? അതിനെക്കുറിച്ച് പറയാനാണെങ്കിൽ എല്ലാ ജെൻഡറിലുള്ളവരും സെക്സ് വർക്ക് ചെയ്യുന്നുണ്ട്. ഇപ്പം നമ്മൾ ബോംബെയിലെ റെഡ് സ്ട്രീറ്റ് പോലെയുള്ള സ്ഥലങ്ങളിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് കാണാം. പക്ഷെ അതിൽ ചെറിയൊരു മാറ്റം, അതായത് നേരത്തെയൊക്കെ ആണെങ്കിൽ ഒരു പെണ്ണ് അല്ലെങ്കിൽ ആര് രാത്രി ഇറങ്ങിപ്പോയാലും തെറ്റാണ് അല്ലെങ്കിൽ ശരിയാവില്ല എന്ന്. പിന്നീട് അത് വന്ന് പുരോഗമന കേരളം പറഞ്ഞു പെൺകുട്ടികൾക്ക് എന്തുകൊണ്ട് രാത്രി ഇറങ്ങിക്കൂടാ എന്ന് പറഞ്ഞു. അപ്പോഴും ട്രാൻസ്ജെൻഡേഴ്സ് രാത്രി ഇറങ്ങി നിൽക്കുകയാണെങ്കിൽ അവർ എവിടെയെങ്കിലും പോവുകയാണെന്നോ അല്ലെങ്കിൽ ജോലി കഴിഞ്ഞ് വരുന്നതാണെന്നൊരു ചിന്തയില്ല. ഓക്കെ, രാത്രി ഇറങ്ങി നിൽക്കുന്നു, ട്രാൻസ്ജെൻഡേഴ്സ് സെക്സ് വർക്കേഴ്സ് ആയിരിക്കാം, ആ ഒരു ലേബലാണ് നിൽക്കുന്നത്. അതിനൊരു മാറ്റം വന്നിട്ടില്ലല്ലോ. അതിന് തീർച്ചയായും മാറ്റം വന്നിട്ടുണ്ട്. പിന്നെ ഈ പറയുന്നത് പോലെ ജനറലൈസ് ചെയ്യാന്ന് പറയും. അതായത് ഇപ്പോൾ അത് ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റിയെ മാത്രമല്ല, ഏതൊരു ന്യൂനപക്ഷ സമുദായത്തെ എടുത്താലും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ആ ന്യൂനപക്ഷ സമുദായത്തിലെ ഒരു വ്യക്തിയുടെ അല്ലെങ്കിൽ ഒരു ചെറിയൊരു കൂട്ടം വ്യക്തികളുടെ കാര്യങ്ങളെ ആ മുഴുവൻ കമ്മ്യൂണിറ്റിയെയും ബാധിക്കുന്നതായിട്ട് നമ്മൾ കാണാറുണ്ട്.
അത് ഞാൻ എടുത്തു പറയുന്നില്ല. അപ്പം അത് മതസമൂഹമായാലും ഏതൊരു സമൂഹമായാലും ന്യൂനപക്ഷ സമൂഹങ്ങളുടെ ഒരു 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 ചെറിയൊരു ശതമാനത്തിലെ മിസ്റ്റേക്ക് അല്ലെങ്കിൽ ഒരു ചെറിയൊരു ശതമാനത്തിലെ കാര്യം മൊത്തത്തിൽ അവരെ, അതുപോലെയാണ് ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റിയിലും വരുന്നത്. ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് ഒരു ന്യൂനപക്ഷ സമുദായമാണ്. അവിടെയുള്ള ഒന്നോ രണ്ടോ വ്യക്തികളുടെ അല്ലെങ്കിൽ ഒരു കുറച്ച് കൂട്ടം ആൾക്കാരുടെ കാര്യങ്ങളെ ജനറലൈസ് ചെയ്യപ്പെടാറുണ്ട്. അങ്ങനെയാണ് ഈ ഒരു ജനറലൈസേഷൻസ് എല്ലാവരും സെക്സ് വർക്കേഴ്സ് ആണ് എന്നുള്ള രീതിയിൽ. ഐ ഡോണ്ട് ബിലീവ് ദാറ്റ്. എന്ന് വെച്ചാൽ എല്ലാവരും, പുരുഷന്മാർ, സ്ത്രീകൾ, ട്രാൻസ്ജെൻഡർ പേഴ്സൺസ്, ലിംഗലൈംഗിക ന്യൂനപക്ഷ മനുഷ്യർ എല്ലാവരും സെക്സ് വർക്ക് ചെയ്യുന്നവരുണ്ട്, സെക്സ് ആസ്വദിക്കുന്നവരും ചെയ്യുന്നവരുമുണ്ട്. അതെന്തുകൊണ്ട് ട്രാൻസ്ജെൻഡർ മനുഷ്യരിലേക്ക് മാത്രം അടിച്ചേൽപ്പിക്കപ്പെടുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബിക്കോസ് ഒരു ന്യൂനപക്ഷ മൈനോറിറ്റി ആയിട്ടുള്ളവരാണ്. സമൂഹം എപ്പോഴും മൈനോറിറ്റി ആയിട്ടുള്ളവരെ ജനറലൈസ് ചെയ്ത് അടിച്ചു താഴ്ത്താനായിരിക്കും ശ്രമിക്കുക. പ്രൈഡ് കമ്മ്യൂണിറ്റി ഉള്ളവർക്ക് വേണ്ടത്ര ഒരു ബഹുമാനം അല്ലെങ്കിൽ റെസ്പെക്റ്റ് കിട്ടുന്നില്ല എന്ന് എപ്പോഴെങ്കിലും ഫീൽ ചെയ്തിട്ടുണ്ടോ? ക്യൂർ കമ്മ്യൂണിറ്റിക്ക് വേണ്ടത്ര ബഹുമാനവും അങ്ങനെ നമ്മൾ അങ്ങനെ കൊടുക്കേണ്ട ആവശ്യമുണ്ടോ? എൻ്റെ ഒരു സംശയമാണ്. ഇപ്പം നമ്മൾ ഒരു സമൂഹത്തിൽ ജീവിക്കുന്ന മനുഷ്യരൊക്കെ ഈക്വലിതും കിട്ടുന്നില്ല. അതായത് ഇപ്പോൾ സ്ത്രീ പുരുഷൻ വന്ന് നിൽക്കുമ്പോൾ സ്ത്രീ നിൽക്കുന്നു, ഒരു പുരുഷൻ വന്ന് നിൽക്കുന്നു, അതായത് ക്യൂർ കമ്മ്യൂണിറ്റിയിൽ വന്ന് നിൽക്കുമ്പോൾ ക്യൂർ കമ്മ്യൂണിറ്റി വന്ന് നിൽക്കുന്നു. അങ്ങനെ ഒരു താഴ്ന്ന നിലയിൽ പറയുന്ന പോലെ പണ്ട് നമ്മുടെ അടിമകൾ വന്ന് നിൽക്കുന്നതെന്ന് പറയുന്ന പോലെയൊക്കെ പറയുന്ന ഒരു ലെവലാണെന്ന് തോന്നിയിട്ടുണ്ടോ? അങ്ങനെയൊന്നും തോന്നിയിട്ടില്ല കേട്ടോ. എല്ലാവർക്കും വിരോധിക്കുന്നവരുണ്ട്. അതായത് ക്യൂർ മനുഷ്യർക്ക് ക്യൂർ വിരുദ്ധ നയങ്ങളുള്ളവരുണ്ട്, അത് സമൂഹത്തിൽ പ്രചരിപ്പിക്കുന്നവരുണ്ട്. ഇന്നിപ്പോൾ ഒരു കാര്യം പറയുകയാണെങ്കിൽ, നമ്മൾ ഒരു സോഷ്യൽ മീഡിയയിൽ ഒരു പോസ്റ്റ് ചെയ്യുമ്പോൾ വളരെ അസഭ്യമായി അത് പലരും ചെറിയ കുട്ടികളാണ്, 15, 16, 17 വയസ്സുള്ള കുഞ്ഞു കുട്ടികളാണെന്നുള്ളതാണ് ഏറ്റവും വലിയ വിഷമം. വീട്ടുകാരറിയുന്നില്ല. ഇങ്ങനെയൊക്കെ പ്രവർത്തിക്കുന്ന ആൾക്കാരുണ്ട് എന്നുള്ളതിനെ സമൂഹത്തിൽ മുഴുവൻ ആൾക്കാർ അങ്ങനെയാണെന്ന് പറയാൻ സാധിക്കില്ല. ബഹുമാനിക്കുന്നവരുണ്ട്, അല്ലെങ്കിൽ തന്നെ ഈക്വലി കാണുന്നവരുണ്ട്, ചേർത്ത് നിർത്തുന്നവരുണ്ട്. ഒരു സമ്മിശ്രമാണ് സമൂഹം. അതുപോലെ തന്നെ ബുള്ളി ചെയ്യുന്നവരും പറയുന്നവരും മോശം പറയുന്നവരുമുണ്ട്. ഇപ്പോൾ കുറച്ച് നാളുകളായി ഇവിടെ ക്യൂർ കമ്മ്യൂണിറ്റിനെ കുറിച്ച് ഒരുപാട് ചർച്ചകൾ നടക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഇപ്പോൾ ചേച്ചി കുറച്ച് മുമ്പ് പറഞ്ഞു, കുട്ടികൾ അല്ലെങ്കിൽ 15, 16, 17 വയസ്സുള്ള കുട്ടികൾ ഇതിനെക്കുറിച്ച് പറയുന്നത് അവരുടെ മാതാപിതാക്കൾ ഇത് അറിയുന്നില്ല എന്നൊക്കെ. ഇവർക്ക് ഈ കുട്ടികൾക്ക് ഇത് കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കുന്ന ഒരു മാതാപിതാക്കൾ തന്നെയല്ലേ? അപ്പോൾ ഇങ്ങനെയുള്ള പലർക്കും ഈ ഒരു ക്യൂർ കമ്മ്യൂണിറ്റിനെ കുറിച്ച് കൃത്യമായ അറിവ് ഇല്ല എന്നാണോ ചേച്ചി പറയുന്നത്? കൃത്യമായ ധാരണ, അതായത് ഈ ഒരു ജനറേഷനാണ് ക്യൂർ കമ്മ്യൂണിറ്റി എന്താണ് അല്ലെങ്കിൽ മനുഷ്യരിൽ ഇത്രയും വൈവിധ്യത്തെ അറിയാൻ ശ്രമിക്കുന്നത്. എസ്പെഷ്യലി സോഷ്യൽ മീഡിയയുടെ ഈ ഒരു ഇൻഫ്ലുവൻസിന് ശേഷം. പഴയ തലമുറയ്ക്ക് എൻ്റെ വീട്ടിൽ തന്നെ പറഞ്ഞാലും എൻ്റെ ഫാമിലിയിൽ എന്നെ അക്സെപ്റ്റ് ചെയ്ത ഒരു ഫാമിലിയാണ്. അമ്മയും എല്ലാവരും അക്സെപ്റ്റ് ചെയ്ത് എൻ്റെ വീട്ടിലാണ്. സോ അവിടെയാണെങ്കിലും പുരുഷൻ, സ്ത്രീ, ട്രാൻസ്ജെൻഡർ അതിനെല്ലാം അംഗീകരിക്കും. പക്ഷേ ഈ മറ്റ് സെക്ഷുവാലിറ്റികളിലുള്ള മനുഷ്യരെ അതെന്താ അങ്ങനെ ചെയ്യുന്നത്, അങ്ങനെ എന്നൊക്കെ ചോദിക്കുന്ന അറിവില്ലായ്മയാണ്. എന്താണ് സെക്സ്, എന്താണ് സെക്ഷുവാലിറ്റി, എന്താണ് ജെൻഡർ, ഇത് മൂന്നും തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്, ഇതൊന്നും അറിയാത്ത, അതിനെക്കുറിച്ചൊരു അവബോധമില്ലാത്തൊരു സമൂഹമാണ്. അപ്പോൾ ആ അവബോധം ഉണ്ടാക്കുക എന്നുള്ളതാണ് നേരത്തെ പറഞ്ഞ അവയർനെസ്സിന്റെ മറ്റൊരു ഉദ്ദേശം. അത് പക്ഷെ നമുക്കിപ്പോൾ വരുന്ന ജനറേഷനിൽ അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റും. അല്ലെങ്കിൽ ഇപ്പോൾ മുതിർന്നവരാകുന്നതിലേക്ക് നമുക്ക് മനസ്സിലാക്കാം. പക്ഷെ മുതിർന്നവരെ നമുക്കിനി അത് പറഞ്ഞ് മനസ്സിലാക്കാനോ അല്ലെങ്കിൽ അവരുടെ കാഴ്ചപ്പാടുകൾ മാറ്റാനോ നമുക്ക് പറ്റില്ലല്ലോ. പറ്റില്ല എന്ന് തോന്നുന്നു. അപ്പോൾ അവരിൽ നിന്നുള്ള അവഗണനകളൊക്കെ എങ്ങനെയായിരിക്കും? കാരണം പഴയ തലമുറ എന്നും ഈ ഒരു കമ്മ്യൂണിറ്റി അംഗീകരിച്ചിട്ടില്ല എന്നല്ല, അംഗീകരിച്ചവരും ഉണ്ട്. പക്ഷെ ഒരു ഭൂരിഭാഗവും ഈ ഒരു കമ്മ്യൂണിറ്റി എപ്പോഴും തെറ്റാണ് അല്ലെങ്കിൽ ഇത് ശരിയല്ല എന്ന് പറയുന്നവരാണല്ലോ ഭൂരിഭാഗം. ജനറലൈസ് ചെയ്ത് പറയുന്നില്ല, കുറച്ച് പേരധികം അല്ലേ? അപ്പോൾ അങ്ങനെയുള്ളവരിൽ നിന്ന് അവഗണനകൾ എങ്ങനെയാണ് ഇപ്പോൾ? ഇല്ല, നമുക്ക് ഹൗ വി എക്സ്പോസ് എന്നുള്ളതാണ്. നമ്മൾ എങ്ങനെയാണ് നമ്മളെ സമൂഹത്തിൽ കാണിക്കുന്നത് എന്നുള്ളിടത്തിരിക്കും എൻ്റെ ഒരു ചിന്തയാണ്. നമ്മൾ എങ്ങനെയാണ് നമ്മളെ സമൂഹത്തിൽ കാണിക്കുക. ഇന്നിപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഞങ്ങൾ ഇങ്ങോട്ട് ട്രെയിനിൽ വരുമ്പോൾ ഞങ്ങൾക്കൊന്ന് ഫ്രഷ് ആവണമായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഒരു AC സീറ്റിലേക്ക് ഇങ്ങനെ നടന്നിട്ട് അവിടെ കയറുമ്പോൾ ഞങ്ങൾ അവിടെ ഇരുന്നപ്പോൾ ആൻറ്റി ഒരു വയസ്സായ ഒരു തമിഴ് അമ്മയാണ്, മകളെ ഇവിടെ ഇരുന്ന് റെഡി ആയിക്കോളൂ, കുഴപ്പമില്ല, ഇവിടെ അവരുടെ സ്പേസാണത് ആക്ച്വലി. അപ്പോൾ അങ്ങനെയൊക്കെ അക്സെപ്റ്റ് ചെയ്യുന്നവരും അംഗീകരിക്കുന്നവരും ഉണ്ട്, അങ്ങനെയുള്ളവരും ഉണ്ട്. നമ്മൾ അങ്ങനെയുള്ളവരെയും അക്നോളജ് ചെയ്യണം.
തെറ്റുകളെ മാത്രം നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മളൊരു ഒരു അംഗീകരിക്കുന്നവരും അംഗീകരിക്കാത്തവരും എല്ലാം ചേർന്നതാണ് ഒരു സമൂഹം. നമ്മൾ തുല്യനിന്ദ സ്തുതിർ മൗനി എന്ന് പറയും നമ്മൾ. അതായത് അക്സെപ്റ്റ് ചെയ്യുന്നവരെയും നിന്ദിക്കുന്നവരെയും സ്തുതിക്കുന്നവരെയും ഒക്കെ ഒരുപോലെ കാണുക എന്നുള്ളതാണ് സഹിഷ്ണുതയുള്ള ഒരു വ്യക്തി അല്ലെങ്കിൽ സഹിഷ്ണുതയുള്ള ഒരു സമൂഹത്തിൻ്റെ ഒരു ഇതെന്ന് തോന്നുന്നു.